ചെമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സച്ചിയുടെ കാറിനകത്ത് ഒരു കുഞ്ഞ് പ്രസവിച്ചതിനെ കുറിച്ചിട്ട്. അതിന്റെ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഐക്കാട്ടിലും അതുപോലെ പിൻ കമന്റ് ആയിട്ടും കൊടുത്തേക്കാവേ. കാറിനകത്ത് പിറന്ന കുഞ്ഞിനെ ആദ്യമായിട്ട് അതിന്റെ അമ്മ എടുത്തിട്ട് സച്ചിയുടെ കയ്യിലേക്ക് കൊടുത്ത കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് തന്നെയായിരിക്കും ആദ്യം കുഞ്ഞു പറക്കാൻ വേണ്ടി പോകുന്നതെന്ന് വർഷ പറയാണ്. അത് കേട്ട് അസൂയ മൂത്ത് ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും ഒരു മൊറ എന്നുള്ള കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീട്ടിലെ മൂത്ത മരുമകള് ശ്രുതിയാണ്. ശ്രുതി നിനക്ക് തന്നെ ആദ്യത്തെ കുഞ്ഞ് പറക്കണം എന്ന് പറയുമ്പോഴേക്കും രേവതിയുടെ കയ്യിൽ നിന്ന് കയ്യിലുള്ള പാത്രം താഴെ വീഴുന്നുണ്ട്. എന്തു പറ്റി രേവതി ചേച്ചി എന്നുള്ള കാര്യം വർഷ ചോദിക്കുന്നത് കേട്ട ഉടനെ തന്നെ അവക്ക് വയറ്റരിച്ചിലാണ്. ശ്രുതിക്ക് ആദ്യം കുഞ്ഞു പറക്കണം എന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞില്ലേ? അമ്മേ എനിക്ക് വയറ്റരിച്ചിലൊന്നുമില്ല, എന്റെ കൈ തെന്നിപ്പോയിട്ട് പാത്രം താഴെ പോയതാണ്. തെന്നിപ്പോകും. അല്ലെങ്കിലും അമ്മ പറഞ്ഞ കാര്യം ശരി തന്നെയാണ്. ഈ വീട്ടിലെ മൂത്ത മകൻ ഞാനല്ലേ, അപ്പോ എനിക്ക് തന്നെയല്ലേ ആദ്യം കുഞ്ഞു പറക്കണ്ടെന്ന് ശ്രുതി ചോദിക്കുമ്പോ ഞങ്ങൾക്ക് ഒരിക്കലും ആദ്യം കുഞ്ഞു പറക്കണമെന്ന് ഒരാഗ്രഹവും ഇല്ല. നീ തന്നെ ആദ്യം പ്രസവിച്ചോടാ. ഞങ്ങൾക്ക് റൂം കെട്ടാനുള്ള ഒരു കടമയുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ കുഞ്ഞുങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് പോകുന്ന സച്ചിയുടെ അടുത്ത് അങ്ങനെ ആവുന്ന സമയത്ത് 50 വയസ്സൊക്കെ ആകുമ്പോഴേക്കും ചിലപ്പോൾ പ്രസവിക്കാൻ വേണ്ടി പോകുന്നതെന്ന് കളിയാക്കി ചന്ദ്ര പറയുന്നത് കേൾക്കുമ്പോൾ അത് ഞങ്ങളുടെ ഇഷ്ടമാണ്, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് പ്രസവിക്കും, നിങ്ങളുടെ പ്രശ്നം എന്താന്നൊക്കെ ചോദിച്ചിട്ട് സച്ചി റേസ് ആകുമ്പോഴേക്കും അതൊക്കെ വിട്ടേക്ക് സച്ചിയേട്ടാ. അമ്മേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇത് പബ്ലിക്കായിട്ട് എല്ലാവരുടെ മുമ്പ് നിന്നാണോ പറയുന്നത്? ഇതെല്ലാം ഓരോരുത്തരുടെ പ്രൈവസി അല്ലെന്ന് പറയുമ്പോഴേക്കും ഇവനാണെങ്കിൽ വേറൊരുത്തൻ എല്ലാവരും അവരുടെ ജോലി നോക്കുക എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇവിടെ നാട്ടിൽ പറഞ്ഞേക്കുന്നത് പോലെ ചന്ദ്ര പറയാണ്. അതുപോലെ തന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. ശ്രുതി റൂമിൽ ചെന്ന് കഥ കടയ്ക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, രേവതി നോക്കി ഇങ്ങനെ നിൽക്കുവാണ്. എന്നാൽ രേവതിയുടെ മനസ്സിൽ മൊത്തം ദേവു പറഞ്ഞ ആ കാര്യങ്ങളാണ് വീണ്ടും വീണ്ടും മനസ്സിലേക്ക് ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുന്നത്. ശ്രുതി ഓൾറെഡി ഒരു കുഞ്ഞിനെ പ്രസവിച്ചിട്ടുണ്ട് എന്നും ശ്രുതി ഡോക്ടറെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നത് സെക്കൻഡ് പ്രഗ്നൻസിക്ക് കൺസീവ് ആവാൻ വേണ്ടിയിട്ടാണെന്ന് അല്ലാതെ മനസ്സിനെ അകറ്റുന്നതുകൊണ്ട് തന്നെ നേരെ പൂജാമുറി ചെന്നിട്ട് പ്രാർത്ഥിക്കുകയാണ് രേവതി. ശ്രുതിയെ കുറിച്ചിട്ട് താൻ അറിഞ്ഞ സത്യമാണോ അതോ കള്ളാണോ? ഈ കാര്യം എന്തായാലും ഒരാളോടും പറയാൻ വേണ്ടി പറ്റത്തുമില്ല. ദൈവമേ ഞാൻ എന്താ ചെയ്യേണ്ടത്? സച്ചിയാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ വൈറലായല്ലോ, സച്ചിയുടെ ഫോട്ടോ വെച്ചിട്ട് ഒരുപാട് കമന്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിനെക്കുറിച്ച് ഓരോന്ന് വായിച്ചിങ്ങനെ കേൾപ്പിക്കുന്നുണ്ടെങ്കിലും രേവതിയുടെ മൈൻഡ് മൊത്തം ശ്രുതിയുടെ ആദ്യ പ്രഗ്നൻസിയെ കുറിച്ചിട്ട് അറിഞ്ഞതിന്റെ ആ ഒരു ഇതിലാണ്. കുറച്ചു നേരം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് രേവതിക്ക് പ്രത്യേകിച്ച് ഒരു എക്സ്പ്രഷനും ഇല്ല, എന്തോ ആലോചനയിലാന്നുള്ള കാര്യം സച്ചിക്ക് മനസ്സിലാവുന്നത്. അല്ല രേവതി, നീ ഇവിടെയൊന്നുമല്ലേ? ആണ് സച്ചിയുടെ, ഞാൻ ഇവിടെ തന്നെയാണ്. ഞാൻ പറയുന്ന കാര്യമൊന്നും നീ കേട്ടില്ലേ? ഞാൻ കേട്ടു. ഇല്ല, നീ ഒന്നും കേട്ടിട്ടില്ല, നീ മറ്റേതോ ലോകത്താണ്. ഞാൻ വന്നത് മുതൽ ശ്രദ്ധിക്കുന്നുണ്ട്. വന്ന് ഞാൻ ആ സന്തോഷം പറഞ്ഞ സമയത്തും നിന്റെ മുഖത്ത് വലിയ സന്തോഷമൊന്നും ഇല്ലായിരുന്നു. ഇല്ല സച്ചേട്ടാ, എനിക്ക് സന്തോഷം തന്നെയാണ്. നിന്നെ രേവതി ഞാൻ ഇന്നോ ഇന്നലെ കാണാൻ വേണ്ടി തുടങ്ങിയതാണോ? നീ ഇവിടെ ഒന്നും അല്ലല്ലോ. നിന്റെ മനസ്സിലൂടെ എന്തൊക്കെയോ ഓടുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ കാര്യം പറ. രാവിലെ മുതലേ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. രേവതി, നീ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? കാര്യം എന്താന്ന് വെച്ചാൽ പറ. ഇല്ല സച്ചേട്ടാ, അങ്ങനെയൊന്നുമില്ല, നിങ്ങൾക്ക് വെറുതെ തോന്നുന്നതാണ്. രാവിലെ മുതലുള്ള ജോലിയല്ലേ, ഞാൻ കുറച്ച് ടയർഡാണ്, കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് സച്ചിയുടെ അടുത്ത് പോവാണ് രേവതി. എന്തായിരിക്കും ഇപ്പൊ രേവതിക്ക് പറ്റിയിട്ടുണ്ടാവുക? അയ്യോ, ഞാൻ കാറ് സൈഡിലാക്കി ഇടാൻ വേണ്ടി മറന്നുപോയെന്ന് പറഞ്ഞിട്ട് കാർ സൈഡാക്കാൻ വേണ്ടി സച്ചി അങ്ങ് പോകുന്നുണ്ട്. രേവതി ആണെങ്കിൽ കിച്ചണിൽ ചെന്നിട്ട് ഈ ഒരു കാര്യത്തെ കുറിച്ച് തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് വർഷയാണെന്നുണ്ടെങ്കിൽ രേവതി ചേച്ചിന്റെ അരികിലേക്ക് വന്നിട്ട് ചേച്ചി ഇത് നോക്ക്, സച്ചിയേട്ടന്റെ ഫോട്ടോ വെച്ചിട്ട് എന്തെല്ലാം കമന്റ്സ് വരുന്നത്. ഇന്ന് സച്ചിയേട്ടൻ ഭയങ്കരമായിട്ട് ഫേമസ് ആയിട്ടോ. സച്ചിയേട്ടനെ കുറിച്ച് വരുന്ന കമന്റ്സ് ഒക്കെ നല്ല അടിപൊളിയാണ്. സച്ചിയേട്ടൻ ഇന്ന് ചെയ്തിരിക്കുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. എപ്പോഴും ഞാൻ സച്ചിയേട്ടന്റെ സ്വഭാവം കണ്ട സമയത്ത് വിചാരിച്ചത് എല്ലാവരുമായിട്ട് അടിയുണ്ടാക്കിയിട്ട് ചുമ്മാ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാളാണ് എന്നാണ്. എന്നാൽ ഇന്ന് സച്ചിയേട്ടനാണെന്നുണ്ടെങ്കിൽ പ്രസൻസ് ഓഫ് മൈൻഡിൽ ചിന്തിച്ചിട്ട് ഒരു പെണ്ണിനെയും അതുപോലെ തന്നെ ഒരു കുഞ്ഞിനെയും രക്ഷിച്ചു. ഇത് വലിയൊരു കാര്യം തന്നെയാണ് രേവതി ചേച്ചി. അത് കേൾക്കുമ്പോൾ രേവതി അതെ, അത് ശരി തന്നെയാണ്. രേവതി ചേച്ചി, ഇന്ന് സച്ചിയേട്ടനെ കുറിച്ച് വന്നിരിക്കുന്ന കമന്റ്സ് ഉണ്ടല്ലോ, അതാണ് ഞാൻ ഇന്ന് സ്റ്റാറ്റസ് ആയിട്ട് വെച്ചിരിക്കുന്നത്. ഒരുപാട് പേര് എന്റെ അടുത്ത് ആരാണത്, നിങ്ങളുടെ റിലേഷൻ ആണോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ചോദിക്കുന്നു. ഒരുപാട് ആൾക്കാർ എനിക്ക് ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട്. എന്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ വിഷ് ചെയ്യാനും പറയുന്നുണ്ട്. എന്തായാലും എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടാ തോന്നുന്നത്. ചേച്ചിക്ക് ഇത് വലിയ പ്രൗഡ് മൊമെന്റ് ആയിരിക്കും അല്ലേ? ഇത് കേട്ടിട്ട് രേവതിക്കാണെന്നുണ്ടെങ്കിൽ മനസ്സിൽ കിടക്കുന്ന കാര്യം കൊണ്ട് ഈ ഒരു കാര്യത്തിൽ സന്തോഷിക്കാൻ വേണ്ടി പോലും പറ്റാത്ത അവസ്ഥയാണ്. അല്ല രേവതി ചേച്ചി, ചേച്ചി എന്താ എല്ലാത്തിനും ആ എന്ന് മറുപടി മാത്രം പറയുന്നത്? ചേച്ചിക്ക് എന്താ പറ്റിയത്? ഒന്നുമില്ല വർഷ എന്ന് പറയുമ്പോ ഇല്ല, ചേച്ചിയുടെ മുഖം കണ്ടിട്ട് അത്ര ശരിയായിട്ടുള്ള പോലെ തോന്നുന്നില്ലല്ലോ. ചേച്ചി നന്നായിട്ട് വേർക്കുന്നുണ്ടല്ലോ. അത് ഇവിടെ ഭയങ്കര ചൂടല്ലേ എന്നൊക്കെ പറഞ്ഞ് സാരീന്റെ തലയെടുത്തിട്ട് ഇങ്ങനെ തുടയ്ക്കുന്നൊക്കെയുണ്ട്. ചേച്ചി, ഞാനും ഇവിടെ തന്നെയല്ലേ നിൽക്കുന്നത്, എന്നിട്ട് എനിക്ക് അത്ര ചൂടൊന്നും തോന്നുന്നില്ലല്ലോ. ചേച്ചി എന്തോ ടെൻഷനിലാ ഉള്ളത്. എനിക്കൊരു ടെൻഷനില്ല, നിനക്ക് ഞാൻ ചായ ഇട്ട് തരാം എന്ന് പറഞ്ഞിട്ട് രേവതി അങ്ങ് തിരിയുമ്പോഴേക്കും രേവതിയുടെ കൈ അങ്ങ് പിടിക്കുകയാണേ വർഷ. ചേച്ചി നന്നായിട്ട് ഷിവറിങ് ചെയ്യുന്നുണ്ടല്ലോ. എന്താ ലോ ബി പിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ചേച്ചി കുറച്ച് വെള്ളമൊക്കെ കുടിക്കുന്നു പറയുമ്പോ അതൊന്നുമില്ല,
ചേച്ചി ഹാളിലും ഭയങ്കരമായിട്ട് സൈലന്റ് ആയിട്ടായിരുന്നല്ലോ ഇരുന്നുണ്ടായിരുന്നത്. സച്ചേട്ടന് എന്തെങ്കിലും ഒരു പ്രൗഡ് മൊമെന്റ് വന്നു കഴിഞ്ഞാൽ ചേച്ചിയാണല്ലോ ഏറ്റവും കൂടുതൽ അതിനെക്കുറിച്ച് സംസാരിക്കുക. പക്ഷേ ചേച്ചി ഇപ്പൊ ഒന്നും മിണ്ടുന്നില്ലല്ലോ. അല്ല പക്ഷേ എനിക്ക് അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഞാൻ ഹാപ്പി ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. പക്ഷെ ചേച്ചിയുടെ ഫേസ് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ തോന്നില്ലല്ലോ. എന്താ സച്ചേട്ടനുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സച്ചേട്ടൻ ചീത്ത പറഞ്ഞു നോക്കുമ്പോ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് രേവതി അവിടെ നിന്ന് പോകുമ്പോഴേക്കും രേവതി ചേച്ചി അവിടെ നിൽക്കുക. സച്ചേട്ടൻ എന്തെങ്കിലും ബാഡ് ആയിട്ട് ചേച്ചിന്റെ അടുത്ത് ബിഹേവ് ചെയ്തോ, അടിക്ക് എന്തെങ്കിലും ചെയ്തോ? നാട്ടിലുള്ള എല്ലാവർക്കും നല്ല ചെയ്യുന്നു, ചേച്ചിക്ക് മാത്രം എങ്ങനെയാണോ ചേച്ചിനെ ട്രീറ്റ് ചെയ്യുന്നത്? ശരി, ഞാൻ ഇപ്പൊ ചോദിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് വർഷ പോകുമ്പോഴേക്കും വർഷ പോലെ എന്ന് പറഞ്ഞിട്ട് പിടിച്ചു നിർത്തുവാണ്. രേവതി, നീ ഒരു മിനിറ്റ് ഇങ്ങോട്ട് വാ വർഷേ, ഒരു കാര്യം ഞാൻ പറയാന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുപോവാണ്. എന്നിട്ട് അടുക്കളേന്റെ ഡോറ് ലോക്ക് ചെയ്യുന്നുണ്ട്. ആവാണ് സച്ചേട്ടൻ എന്നെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ രേവതി ചേച്ചിയുടെ പ്രശ്നം എന്താന്നുള്ള കാര്യം വർഷ ചോദിക്കുമ്പോൾ അത് വർഷേ എനിക്ക് എങ്ങനെയാ പറയേണ്ടതെന്നുള്ള കാര്യം അറിയില്ല. ചേച്ചി എന്നെ ഒരു സിസ്റ്ററിനെ പോലെയാ കാണുന്നതെന്നുള്ള കാര്യം എപ്പോഴും പറയാറില്ലേ? പിന്നെ ചേച്ചിക്ക് എന്നോട് എന്ത് വേണമെങ്കിലും പറഞ്ഞൂടെ? അത് എന്ന് പറഞ്ഞ് ഇങ്ങനെ മടിക്കാണെ പറയാൻ വേണ്ടിയിട്ട് ചേച്ചി എന്തോ കാര്യം മറയ്ക്കുന്നുണ്ട്. അത് ചേച്ചിനെ വല്ലാതെ സ്ട്രെസ് ആക്കുന്നുണ്ട്. ഒരിക്കലും ചേച്ചിയുടെ ശരീരത്തിന് നല്ലതായിട്ടുള്ള ഒരു കാര്യമല്ല അത്. ഒന്നെങ്കിൽ ചേച്ചി എന്റെ അടുത്ത് പറ, അല്ലെങ്കിൽ ഞാൻ സച്ചേട്ടന്റെ അടുത്ത് പോയിട്ട് പറയും. വേണ്ട ഞാൻ നിന്റെ അടുത്ത് പറയാം. ഞാൻ പറയുന്ന കാര്യം വർഷേ നീ ആരടുത്തും പറയരുത്. ചേച്ചി ആദ്യം കാര്യം പറ. ഞാനിന്ന് ദേവു വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഞാൻ ശ്രുതിയെ കണ്ടു. എന്താ വീണ്ടും ചെക്കപ്പിന് വേണ്ടി വന്നതാണോ? അതെ. അതിന് രേവതി ചേച്ചി എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നത്? അല്ല, അവള് എന്തിനാ ചെക്കപ്പിന് വന്നതെന്ന് വെച്ചാൽ അതന്ന് ഓൾറെഡി പറഞ്ഞതല്ലേ ചേച്ചി, കൺസീവ് ആവാൻ വേണ്ടിട്ട് ലേറ്റ് ആകുന്നത് കൊണ്ട് ചെയ്തതാണെന്ന്. അത് പറഞ്ഞത് ശരി തന്നെയാണ്. പക്ഷെ ഹോസ്പിറ്റലില് ഇതിനെ കുറിച്ച് ചോദിച്ച സമയത്ത് അവള് രണ്ടാമത്തെ കുഞ്ഞുണ്ടാവാൻ വേണ്ടിയിട്ട് ചെക്കപ്പിന് വേണ്ടിയിട്ടാ വന്നതെന്നുള്ള കാര്യം പറഞ്ഞത്. ഇത് കേട്ട ഉടനെ വർഷ വാട്ട് എന്ന് ചോദിക്കുകയാണെ. സെക്കൻഡ് ബേബി. നീ മെല്ലെ പറയ വർഷേ, ആരെങ്കിലും കേൾക്കും. ചേച്ചി, അവർക്ക് ഇതുവരെ കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടില്ലല്ലോ. അത് തന്നെയാണ് വർഷ എന്റെ സംശയം. ഇത് കേട്ടത് മുതലേ എനിക്ക് ആകെ മൊത്തത്തിൽ പടപെടാന്നുണ്ട്. അവര് ഇതിനു മുമ്പ് പ്രഗ്നന്റ് ആയത് എപ്പോഴാന്നുള്ള കാര്യം അറിയുമെന്ന് ചോദിക്കുമ്പോ അതിനെക്കുറിച്ച് അറിയില്ല. ദേവു അവിടെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന്റെ അടുത്ത് ചോദിച്ച സമയത്താണ് ഇതിനെക്കുറിച്ച് പറഞ്ഞത്. എന്തായാലും ചേച്ചി, സംതിങ് ഫിഷി. ഇതില് എന്തോ ഒരു മർമ്മമുണ്ട്. ഇതിലിപ്പോ എന്താ ചെയ്യേണ്ടെന്ന് അറിയാതെ ഞാൻ ആകെ കുഴപ്പത്തിലായിരിക്കുകയാണ്. ചേച്ചി, അന്ന് കുഞ്ഞുങ്ങളുണ്ടാവുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോ ശ്രുതി ചേച്ചി അത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞില്ലായിരുന്നോ? അത് ശരി തന്നെയാണ്. അന്ന് അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇവർക്ക് എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നതെന്ന് ഞാനും വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും നേരിട്ട് അവരുടെ അടുത്ത് തന്നെ പോയി ചോദിക്കാന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ അടുത്ത് ചോദിക്കാൻ വേണ്ടിയിട്ട് വർഷ പോകുമ്പോഴേക്കും രേവതി പിടിച്ചു വെക്കുവാണ്. എന്നിട്ട് ഇതുകൊണ്ടാണ് വർഷം ഞാൻ നിന്റെ അടുത്ത് പറയില്ലെന്ന് പറഞ്ഞത്. ഇങ്ങനെ ഒരു സംശയം വന്നു കഴിഞ്ഞാൽ ചേച്ചി അവരുടെ അടുത്ത് ചോദിച്ച് ക്ലിയർ ചെയ്യണ്ടേ? നമ്മൾ ഇതിനെക്കുറിച്ച് പോയി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വലിയൊരു പ്രശ്നമാകും. ഓൾറെഡി അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് കണ്ട് സംഭവത്തെ കുറിച്ച് നിനക്കറിയാലോ. അത് ഞാൻ വീട്ടിൽ പറഞ്ഞതിന് തന്നെ അവസാനം ഞാനാണ് എല്ലാം മേടിച്ച് കെട്ടേണ്ടി വന്നത്. ഇത് ഇങ്ങനെ വിടാൻ വേണ്ടി പറ്റില്ല രവി ചേച്ചി. ആന്റി ആണെന്നുണ്ടെങ്കിൽ ആദ്യം ശ്രുതി ചേച്ചി കൺസീവ് ആവണം എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് പോയി ചോദിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് വീണ്ടും ചോദിക്കാൻ വേണ്ടി പോകുമ്പോൾ വർഷേ, നീ എന്നെ അത്രയ്ക്കും ചോദ്യം ചെയ്തതുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞത്. ഇത് ഇങ്ങനെ തന്നെ വിടുന്നതാ നല്ലത്. ഇതിന്റെ സത്യം എന്താന്നുള്ള കാര്യം രേവതി ചേച്ചി അറിയണ്ടേ? സത്യം അങ്ങനെ ഒരുപാട് നാള് മറച്ചു വെക്കാൻ വേണ്ടി പറ്റില്ല. എന്തായാലും ഒരു ദിവസം പുറത്തു വരും. അന്ന് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ കുറച്ച് സമാധാനമായിട്ട് ഇരിക്കുന്നതാ നല്ലത്. നീ വർഷേ ആരടുത്തും പറയരുതെന്ന് വീണ്ടും പറയാണ്. രേവതി ചേച്ചി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? വർഷേ, നീ എനിക്ക് വേണ്ടിയിട്ട് ദയവ് ചെയ്തിട്ട് ആരടുത്ത് ഇതിനെ കുറിച്ച് പറയരുത്. ഒരു വിധത്തില് വർഷ ശരിയെന്ന് പറഞ്ഞു പോകുന്നുണ്ട്. എന്നാ വർഷ അവിടുന്ന് നേരെ പോയിട്ട് ശ്രീകാന്ത് റൂമിലിരിക്കുന്ന ശ്രീകാന്തിന്റെ അടുത്ത് കാര്യം പറയാണേ. പക്ഷേ നീ ബാക്കി കാര്യങ്ങളിൽ കളി കളിക്കുന്നത് പോലെ ഇത് അങ്ങനെ പറയരുതെന്ന് പറയുമ്പോൾ ഞാൻ സീരിയസ് ആയിട്ട് തന്നെയാ പറയുന്നത്. വർഷേ, നീ പറയുന്നത് സത്യം തന്നെയാണോ? ഇത് ജീവിതം വെച്ചിട്ടുള്ള കളിയാണ്. അയ്യോ ശ്രീകാന്തെ, ഞാൻ പറയുന്നത് സത്യം തന്നെയാണ്. ശ്രുതി ചേച്ചി സെക്കൻഡ് ടൈം കൺസീവ് ആവാൻ വേണ്ടിയിട്ടാണ് ചെക്ക് ചെയ്യാൻ വേണ്ടി പോയിരിക്കുന്നത്. അല്ല, നിന്റെ അടുത്ത് ആരാ പറഞ്ഞെന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോ ആദ്യം അടിക്കുന്നുണ്ടെങ്കിലും രേവതി ചേച്ചി എന്നുള്ള കാര്യം പറയാണ്. ചേച്ചിയാണ് കാര്യം പറഞ്ഞെങ്കിൽ ഉറപ്പായിട്ടും അതിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകും. അപ്പൊ ഞാൻ പറയുന്ന കള്ളാണെന്നാണോ ശ്രീകാന്ത് പറഞ്ഞു വരുന്നത്? ഇപ്പൊ അതാണോ പ്രധാനമായിട്ടുള്ള കാര്യം? ശ്രുതി ചേച്ചി ശരിക്കും ഫസ്റ്റ് ടൈം പ്രഗ്നന്റ് ആയിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ സെക്കൻഡ് ടൈം കൺസീവ് ആവാൻ വേണ്ടിയിട്ടാണ് ഡോക്ടറെ കാണാൻ വേണ്ടി പോയിരിക്കുന്നത്. ഫസ്റ്റ് ടൈം പ്രഗ്നന്റ് ആവാതെ ആരെങ്കിലും സെക്കൻഡ് ബേബിക്ക് വേണ്ടിയിട്ട് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോവോ? സുധിയേട്ടനും ഇതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്തും ടെൻഷൻ ആവുന്നുണ്ട്. ശ്രീകാന്ത്, എന്റെ ഡൗട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പ്രഗ്നൻസി ഫസ്റ്റ് ടൈം ആയത് കല്യാണത്തിന് മുമ്പായിരിക്കോ അതോ കല്യാണത്തിന് ശേഷമായിരിക്കോ എന്നാണ്. നീ എന്തൊക്കെയാ ഈ വർഷം പറയുന്നത്? അമ്മയാണ് ശ്രുതി ചേച്ചിയെ സുധിയേട്ടന് കല്യാണം കഴിപ്പിച്ചു കൊടുത്തത്. അതിനു മുമ്പ് അവരങ്ങനെ റിലേഷനിലൊന്നും അല്ലായിരുന്നു. കല്യാണത്തിന് മുമ്പ് ഇനി എക്സ് ബോയ് ഫ്രണ്ട് ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം അറിയില്ലല്ലോ. നീയൊന്നും മിണ്ടാതിരിക്കോ വർഷ. ഇതിൽ തന്നെ എത്രത്തോളം സത്യാവസ്ഥ ഉണ്ടെന്നുള്ള കാര്യം അറിയില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ശ്രുതി ചേച്ചിയുടെ അടുത്ത് പോയിട്ട് അതിനെക്കുറിച്ച് ചോദിക്കാം എന്ന് പറഞ്ഞ് വർഷ പോകുമ്പോഴേക്കും അയ്യോ വർഷേ, നീയൊന്നും ഇവിടെ നിൽക്ക്.
ഇതിനെക്കുറിച്ച് പോയി ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ വലിയ പ്രശ്നമാകും. ഇത് തന്നെയാണ് രേവതി ചേച്ചിയും പറഞ്ഞിരിക്കുന്നത്. ആരടുത്തും പറയരുതെന്നുള്ള കാര്യം പറഞ്ഞു. പിന്നെ നീ എന്തിനാണ് എന്റെ അടുത്ത് പറഞ്ഞതെന്ന് ശ്രീകാന്ത് ചോദിക്കും. എനിക്ക് അങ്ങനെ ഒരു കാര്യവും സീക്രട്ട് ആയിട്ട് വെക്കാൻ അറിയില്ല. തല മൊത്തത്തിൽ വെടിക്കുന്നത് പോലെ ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോ ഞാൻ ഫ്രീ ആയി. നീ എന്തായാലും ഈ കാര്യം വേറെ ആരടുത്തും പറയരുതെന്ന് പറഞ്ഞിട്ട് ശ്രീകാന്തിന്റെ തലയിൽ കുരുക്കിട്ടിട്ട് പോവാണേ. വർഷ പോയി കഴിഞ്ഞതിന് ശേഷം ശ്രീകാന്ത് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അവള് ഫ്രീ ആയി. ഇപ്പോ എന്റെ തല ആകെ മൊത്തത്തിൽ ഭ്രാന്ത് പിടിക്കുന്നത് പോലെയുണ്ട്. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ശ്രീകാന്തിനാകെ മൊത്തത്തിൽ വട്ടുപിടിച്ചിട്ട് വേറെ ആളെടുത്ത് പറയാൻ വേണ്ടി സച്ചിയുടെ അടുത്താ പോകുന്നത്. സച്ചിയുടെ അടുത്ത് ഈ കാര്യം പറഞ്ഞു കേട്ടിട്ട്, സച്ചിയാണെന്നുണ്ടെങ്കിൽ നീ സത്യമായിട്ടും പറയാണോ? അതെ സച്ചിയേട്ടാ. നീ പറയുന്നത് സത്യം തന്നെയാണ് ശ്രീകാന്ത് വെക്കുമ്പോ അതെ സച്ചിയേട്ടാ. അല്ലടാ ഇതെന്താ കഥ? ആദ്യത്തെ കുഞ്ഞ് പിറന്നാലല്ലേ രണ്ടാമത്തെ ടെസ്റ്റ് എടുക്കേണ്ട കാര്യമുള്ളൂ. ആദ്യത്തെ കുഞ്ഞ് പറഞ്ഞെങ്കിൽ പിന്നെ രണ്ടാമത്തെ ടെസ്റ്റ് എടുക്കേണ്ട കാര്യമില്ലല്ലോ. ഇതെന്താ പുതിയ സയൻസ് വല്ലതാണോ എന്ന് ചോദിക്കുമ്പോ അല്ല സച്ചിയേട്ടാ. ഇതിനു മുമ്പ് പൗഡർ എടുത്തി ഗർഭിണി ആയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ അറിയില്ല സച്ചിയേട്ടാ. നിന്റെ അടുത്താര ശ്രീകാന്ത് ഈ കാര്യത്തെ കുറിച്ച് പറഞ്ഞത്? വർഷയാണ്. ഓ ലേഡീസ് മാറ്റർ ആണല്ലോ. അപ്പോ ലേഡീസ് കറക്റ്റ് ആയിട്ടേ പറയുള്ളൂ. ഈ പൗഡർ എടുത്ത് എന്തോ ഒരു കേടിവേല കാണിച്ചു വെച്ചിട്ടുണ്ട് മുമ്പേ. അവള് മൊത്തത്തിലൊരു പ്രശ്നമാണെന്നുള്ള കാര്യം എനിക്ക് ആദ്യം അറിയായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. 100% ശരിയായിട്ടുള്ള കാര്യമാണോ എന്ന് തനിക്ക് അറിയില്ല. എടാ സത്യം അസത്യം അങ്ങനെ രണ്ട് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് സത്യത്തിൽ ഇത്ര പെർസെന്റേജ്, കള്ളത്തിൽ ഇത്ര പെർസെന്റേജ് അങ്ങനെയൊന്നുമില്ല. പൗഡർ എടുത്ത് മുമ്പേ ഗർഭിണി ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവളുടെ ജീവിതത്തിൽ എന്തൊക്കെയൊക്കെയോ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അതൊക്കെ എന്തായാലും ആവട്ടെ. എന്തായാലും ഈ കാര്യം സച്ചേട്ടൻ വേറെ ആരടുത്തും പറയരുത്. എനിക്ക് അത് കേട്ടപ്പോ മുതൽ തലയ്ക്ക് മൊത്തത്തിൽ ഒരു ഭ്രാന്ത് പിടിച്ചതുപോലെ. അതുകൊണ്ടാണ് ഞാൻ സച്ചേട്ടന്റെ അടുത്ത് പറഞ്ഞത്. ഇത് പ്രത്യേകമായിട്ട് വർഷ പറഞ്ഞിട്ടുണ്ട് ആരടുത്തും പറയരുത് എന്ന്. സച്ചേട്ടൻ അറിഞ്ഞതുപോലെ ആരടുത്തും ഭാവിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ്. എല്ലാവരെയും പോലെ തന്നെ സച്ചിക്കും അത് മനസ്സിൽ വെക്കാൻ വേണ്ടിയിട്ട് പറ്റാത്ത അവസ്ഥയാവാണ്. നേരെ ചെന്നിട്ട് അച്ഛന്റെ അടുത്ത് കാര്യം പറയാണേ. എന്താണ് പെട്ടെന്ന് വന്നിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നത്? അച്ഛ, എനിക്ക് അറിഞ്ഞ കാര്യം ഞാൻ അച്ഛന്റെ അടുത്ത് പറഞ്ഞു, അത്രയേ ഉള്ളൂ. എടാ എനിക്കിത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അച്ഛ, എന്തായാലും ഞാൻ അറിഞ്ഞ കാര്യം അച്ഛന്റെ അടുത്ത് പറഞ്ഞു, അത്രയേ ഉള്ളൂ. സച്ചി, നീ ഒന്ന് ഊതിക്കെന്ന് പറയുമ്പോ, അച്ഛൻ ഞാൻ വെള്ളം അടിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ വെള്ളം അടിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനെ തനിയെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് കാര്യം പറയൂ. എല്ലാവരും നിർത്തിയിട്ടില്ല ഞാൻ കാര്യങ്ങൾ പറയാ. അപ്പോ ശ്രുതി രണ്ടാമത് പ്രഗ്നന്റ് ആവാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണോ ഹോസ്പിറ്റലിൽ പോയത്? അങ്ങനെയാണ് അച്ഛൻ അറിയാൻ വേണ്ടി സാധിച്ചത്. എന്തായാലും പൗഡർ എടുത്ത് എന്തൊക്കെയോ തരികിട പണികൾ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ? ഇത് ചിലപ്പോ കള്ളാവാനും സാധ്യതയില്ലേന്ന് സച്ചിയുടെ അടുത്ത് ചോദിക്കുമ്പോ, കള്ളാണോന്ന് അറിയില്ല അച്ഛാ, പക്ഷെ എന്തോ ഒരു കാര്യം ഇതിനകത്തുണ്ട്. നമ്മൾ ഒരിക്കലും സച്ചി നമ്മുടെ വീട്ടിലെ പെൺകുട്ടിയെ കുറിച്ചിട്ട് ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാൻ വേണ്ടി പാടില്ല. ഒരുപക്ഷെ ഇത് കള്ളമായിരിക്കും. അച്ഛ, ഇതിനകത്ത് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നത്. ചിലപ്പോ ഈ കാര്യത്തെ കുറിച്ചിട്ട് അമ്മയ്ക്കും അറിയാവുന്നുണ്ടാവും. അതെന്താണ് നീ അങ്ങനെ പറയുന്നത്? അല്ല, പൗഡർ എടുത്തി അമ്മയുടെ ചെല്ല മരുമകളല്ലേ, അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് അറിയാത്ത ഒരു സംഭവം ഉണ്ടാവില്ല. അല്ല സച്ചി, നിന്റെ അടുത്ത് ആരാണ് ഈ കാര്യത്തെ കുറിച്ച് പറഞ്ഞത്? അതച്ഛ ആരെങ്കിലും ആയിക്കോട്ടെ, തീയുണ്ടെങ്കിൽ മാത്രമല്ലേ പുകയുണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ എത്രയും വേഗം തന്നെ ഇത് അണയ്ക്കാനുള്ള വഴി നോക്കണം അച്ഛ, അല്ലെങ്കിൽ പുകഞ്ഞു നാറും. ഈ വീടിന്റെ കുടുംബത്തലവൻ അച്ഛനല്ലേ, അതുകൊണ്ട് അച്ഛൻ തന്നെ ഇതിനൊരു തീരുമാനം പറയണം. എടാ, ഞാൻ എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ പോയിട്ട് ചോദിക്കുക? എന്ത് തീർപ്പാണ് ഞാൻ ഇതിൽ കൽപ്പിക്കാൻ വേണ്ടി പോകുന്നത്? എന്തായാലും അച്ഛാ, ഛർദി വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ദിവസം എന്തായാലും വയറ് വീർക്കുമല്ലോ, അപ്പൊ നോക്കാം എന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങ് പോവാണ്. അങ്ങനെ രവി ആകെ മൊത്തത്തിൽ കുഴപ്പിച്ച് നേരെ ഈ കാര്യത്തെ കുറിച്ചിട്ട് ചന്ദ്രയുടെ അടുത്തും ചെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ എന്തൊക്കെയാ രവിയേട്ടാ ഈ പറയുന്നത്? നമ്മുടെ വീട്ടിലെ മരുമകളെ കുറിച്ചിട്ടാണല്ലോ ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്ത് ചെയ്യാനാണ് ചന്ദ്രൻ? ഞാനല്ലല്ലോ പറയുന്നത്. ഇതിനെക്കുറിച്ചൊരു സംസാരം ഉണ്ടായി, അതുകൊണ്ടാണ് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞത്. രവിയേട്ട എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് 1 ഇയർ അല്ലേ ആയുള്ളൂ. അതുവരെ അങ്ങനെ ഒരു വാർത്ത വന്നിട്ടേ ഇല്ല. ചന്ദ്രയ്ക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയോന്ന് വിചാരിച്ചിട്ടാണ് രവി ഇതിനെ കുറിച്ചിട്ട് ചന്ദ്രയുടെ അടുത്ത് ചോദിക്കുന്നത്. നിനക്ക് ശരിക്കും ചന്ദ്ര ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ലേ? അതെന്താ രവിയേട്ട നിങ്ങൾ അങ്ങനെ ചോദിക്കുന്നത്? അല്ല, സുധിയുടെ പല കാര്യങ്ങളും നീ മറച്ചു വെച്ചിട്ടുണ്ടല്ലോ. രവിയേട്ട അതോ ഇത് ഒന്നാണോ? അതുകൊണ്ട് തന്നെയാണ് ചന്ദ്ര ഞാനും നിന്റെ അടുത്ത് ചോദിക്കുന്നത്. മറ്റു കാര്യങ്ങളെ പോലെ അല്ല ഇത്. പുറത്ത് ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് 4 ആൾക്കാർ 4 വിധത്തിലായിരിക്കും സംസാരിക്കുക. നിനക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയുമായിരുന്നെങ്കിൽ സത്യം എന്താണെന്ന് തുറന്നു പറ. രവിയേട്ട, എനിക്കിതിനെ കുറിച്ച് ഒന്നും അറിയില്ല. നിങ്ങൾ ഈ കാര്യം പറഞ്ഞു കേട്ടത് മുതൽ തന്നെ എന്റെ ചങ്ക് ഇടിച്ചോണ്ടിരിക്കുകയാണ്. അതെങ്ങനെ രണ്ടാമത്തെ കുഞ്ഞിന് വേണ്ടിയിട്ട് പോയിട്ട് ടെസ്റ്റ് എടുക്കുന്നത്? ഇനിയും ഒരു തവണ പോലും കൺസീവ് ആയില്ലല്ലോ അവള്. സുധി ഒരിക്കൽ പോലും ഇതിനെക്കുറിച്ച് എന്റെ അടുത്ത് സംസാരിച്ചിട്ട് പോലും ഇല്ല. ഇത് സത്യം ആയിരിക്കില്ല രവിയേട്ട. സത്യം ആവാതിരുന്നാ നല്ലത്. പക്ഷെ ഇതില് എന്തെങ്കിലും ഒരു സത്യം ഉണ്ടെങ്കിലോ അത് ഇപ്പൊ തന്നെ അറിയാന്ന് പറഞ്ഞിട്ട് ചാടി പടച്ചിട്ട് ചന്ദ്ര പോകുമ്പോഴേക്കും നിക്ക് അങ്ങനെ പെട്ടെന്ന് പോയി ചോദിക്കേണ്ട ഒരു കാര്യമല്ല ഇത്. പിന്നെന്താ 10 വർഷം കഴിഞ്ഞിട്ടാണോ പോയി ചോദിക്കേണ്ടത്? എന്തായാലും ഇത് ഞാൻ ഇങ്ങനെ വിടാൻ വേണ്ടി തീരുമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ചന്ദ്ര അങ്ങ് പുറത്തേക്ക് ഇറങ്ങുവാണ്. രവി പോരുതെന്ന് പറഞ്ഞ് തടയുന്നുണ്ടെങ്കിലും കേൾക്കാതെ ചന്ദ്ര അങ്ങ് ചെല്ലുവാണ്. ശ്രുതി പുറത്തോട്ട് വാ എന്ന് പറഞ്ഞ് ചന്ദ്ര വിളിക്കുന്നുണ്ടെങ്കിലും ചന്ദ്രയെ വേണ്ട, ഇപ്പൊ ചോദിക്കേണ്ട, നീ അകത്തോട്ട് വാ എന്ന് പറഞ്ഞിട്ട് രവി വിളിക്കുന്നുണ്ട്. പക്ഷേ
ശ്രുതി ശ്രുതി എന്ന് പറഞ്ഞു വിളിക്കുമ്പോൾ ആദ്യം ശ്രുതിയാണ് പുറത്തേക്ക് വരുന്നത്. എന്താ അമ്മ വിളിച്ചത് ചോദിക്കുമ്പോൾ നിന്റെ പേരാണ് ശ്രുതി എന്ന്. ശ്രുതി എന്ത് ചെയ്യാണ്? അവള് അക്കൗണ്ട്സ് നോക്കുകയാണ്. ശ്രുതി പുറത്തേക്ക് വാ എന്ന് പറഞ്ഞിട്ട് വീണ്ടും കാലിത്തുള്ളി വിളിക്കാനുണ്ട് ചന്ദ്രേ നീ ഇതിനെക്കുറിച്ച് ഇപ്പൊ ചോദിക്കണ്ട എന്ന് പറയുമ്പോൾ പിന്നെ എങ്ങനെ രവിയായിട്ട് അത് ചോദിക്കാതെ വിടുന്നൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് പറയുന്നത് കേൾക്കുമ്പോൾ എന്ത് ചോദിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് ശ്രുതി ചോദിക്കുന്നുണ്ട്. ശ്രുതി ഇന്ന് പുറത്തേക്ക് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞിട്ട് കാലിതുള്ളി വിളിക്കുമ്പോഴേക്കും ബാക്കി എല്ലാവരും അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അതേസമയം ശ്രുതിയും പുറത്തേക്ക് വരുവാണ്. എന്താ ആന്റി വന്ന് ശ്രുതി നോർമലി ചോദിക്കുകയാണ്. ശ്രുതി എന്തൊക്കെയായി നടക്കുന്നത്? നിന്റെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നടന്നത്? ചന്ദ്ര ശ്രുതിയുടെ അടുത്ത് ചോദിക്കുന്ന ചോദ്യം കേൾക്കുമ്പോൾ അമ്മ എന്താ ഉറക്കത്തിലാണോ ഉള്ളത്? ഇത് ശ്രുതി എന്റെ വൈഫാണ്, അമ്മ എന്തൊക്കെയായി ചോദിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും മാറി നിക്കട എന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ അങ്ങ് തട്ടി മാറ്റുവാണ് ചന്ദ്ര നീ കുറച്ച് സമാധാനമായിട്ട് ഇരിക്കുകയെന്ന് രവി പറയുന്നത് കേൾക്കുമ്പോൾ ഞാൻ എങ്ങനെ സമാധാനമായിട്ട് ഇരിക്കുന്നത്? ഈ കാര്യം കേട്ടത് മുതൽ എനിക്ക് തല ആകെ മൊത്തത്തിൽ ഭ്രാന്ത് പിടിച്ച് കയറുകയാണ്. അത് കേട്ട ഉടനെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റി ആന്റിക്ക് സുഖമില്ലായ്മ എന്തെങ്കിലും ഉണ്ടോ? കൈ എടുക്കടി അവിടുന്ന്. നിന്നെ കുറിച്ച് ഇങ്ങനെ ഒരു കാര്യം കേൾക്കുന്ന ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചില്ല. ചന്ദ്രയുടെ ആ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ ശ്രുതിക്ക് എന്തോ അറിഞ്ഞിട്ടുള്ളത് പോലെ ഉണ്ടല്ലോ എന്ന് ഒരു ഭയം തോന്നുവാണേ. ആന്റി എന്തിനെ കുറിച്ചാ പറയുന്നതെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ല. നിന്നെ കുറിച്ച് തന്നെയാണ് എനിക്ക് ഒന്നും അറിയാത്തത്. നിന്റെ ജീവിതം തന്നെ എന്തൊക്കെയോ മർമ്മമുണ്ട്. എന്തൊക്കെയാണ് നിന്റെ ജീവിതത്തിൽ നടക്കുന്നതെന്ന് പറ എന്ന് പറയുമ്പോ ആന്റി എന്തിനെ കുറിച്ചാ ചോദിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് മറയ്ക്കാതെ സത്യങ്ങളെല്ലാം തുറന്നു പറയണം. ആന്റി എന്തിനെ കുറിച്ചാ ചോദിക്കുന്നത്? നീ ആദ്യമായിട്ട് എപ്പോഴാണ് ഗർഭിണിയായത്? ആ ചോദ്യം കേട്ടിട്ട് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ നാണം കേട്ടിട്ട് അവിടെയുള്ള എല്ലാവരും ഇങ്ങനെ നോക്കുവാണ്. രേവതിയാണെന്നുണ്ടെങ്കിൽ വർഷയാണ് കേട്ടോ നോക്കുന്നത്. വർഷ വഴിയാണോ ഇതിപ്പോ ചന്ദ്ര അറിഞ്ഞ എന്നുള്ള മട്ടില്. അമ്മയ്ക്ക് എന്താ പറ്റിയത്? ശ്രുതി ഇതുവരെ ഒരു തവണ പോലും കൺസീവ് ആയിട്ടില്ല, പിന്നെ അമ്മ എന്ത് ചോദ്യം ചോദിക്കുന്നത്? നീ മിണ്ടി പോരുത്. എടി സത്യം പറയടി, നീ ഇതിനു മുമ്പ് ഗർഭിണി ആയിട്ടുണ്ടോ? ഇല്ല ആന്റി, അത് എന്നൊക്കെ പറഞ്ഞ് ബബ്ബ പഠിക്കാണ് ശ്രുതി. ഞാന് കൂട്ടിക്കൊണ്ടുവന്ന മരുമകളാണ് നീ. നിന്നെ ഞാൻ തലയിൽ വെച്ച് തൂക്കി ആടിക്കൊണ്ടിരിക്കുകയാണ്. നീ എന്റെ അടുത്തുനിന്ന് ഒന്നും മറയ്ക്കരുത്. പിന്നെ ഈ ചന്ദ്ര ആരാണെന്നുള്ള കാര്യം നീ അറിയും. സത്യം മാത്രമേ പറയാൻ വേണ്ടി പാടുള്ളൂ. നീ ഇതിനു മുമ്പ് ഗർഭിണി ആയിട്ടുണ്ടോ ഇല്ലയോ? എന്താ ആന്റി ഇങ്ങനെ എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ശ്രുതി സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ നീ ഹോസ്പിറ്റലിൽ പോയിരുന്നോ ഇല്ലയോ? ഉണ്ട് ആന്റി. നീ അവിടെ ചെന്ന സമയത്ത് സെക്കൻഡ് പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് ടെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നെന്നുള്ള കാര്യം പറഞ്ഞു. അത് സത്യമാണോ അല്ലയോ? അതായത് നിൽക്കുന്നത് സത്യം പറയടി എന്ന് പറഞ്ഞിട്ട് ശ്രുതി അങ്ങനെ പിടിച്ചു കുലുക്കുമ്പോ ചന്ദ്ര ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്വന്തം അവളെ ഒറ്റയ്ക്ക് കൂട്ടിക്കൊണ്ടു പോയിട്ട് ചോദിക്ക് എന്തിനാണ് അതിന്റെ ആവശ്യം? ഇപ്പോ എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് സത്യം അറിഞ്ഞേ പറ്റുള്ളൂ. പറ ശ്രുതി, ഞാൻ ചോദിക്കുന്നതിന് സത്യം പറയടി എന്ന് പറഞ്ഞിട്ട് കുലുക്കിക്കൊണ്ടിരിക്കുകയാണ്. ശ്രുതിയാണെങ്കിൽ ഭയങ്കര കരച്ചിലാണ്. ചന്ദ്ര പറയുന്നത് കേട്ടിട്ട് അവിടുന്ന് മാറി നിന്നിട്ട് ഒരു സ്ഥലത്ത് പോയിരുന്ന് ഇങ്ങനെ കരയുവാണ്. അരികിലേക്ക് ചെന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട്, അമ്മ ഇങ്ങനെ പറയുന്നതിനൊക്കെ നീ എന്താ മറുപടി പറയാതിരിക്കുന്നത്? എന്തിനാ ഇങ്ങനെ കിടന്ന് കരയുന്നത്? കാര്യം പറ. എന്റെ വിധിയെ കുറിച്ച് ഓർത്തിട്ട് ഞാൻ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പോരെ എന്നുള്ള കാര്യം ശ്രുതിയുടെ അടുത്ത് ചോദിക്കുമ്പോ നീ എന്തൊക്കെയാ ഈ ശ്രുതി പറയുന്നത്? അപ്പോഴേക്കും ചന്ദ്രയാണെങ്കിൽ അവിടുന്ന് ശ്രുതി, ഞാൻ ചോദിച്ചതിന് നീ ഇതുവരെ മറുപടി പറഞ്ഞില്ല, പറ. അതെ ആന്റി, ഞാന് 2ാം തവണ കൺസീവ് ആവാൻ വേണ്ടിയിട്ടുള്ള ചെക്കപ്പിന് വേണ്ടി തന്നെയാണ് പോയത്. അത് കേട്ട് അവിടെ എല്ലാവരും ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുവാണ് കേട്ടോ. ശ്രുതിയുടെ പഴയ കാര്യങ്ങൾ എന്തായാലും ശ്രുതി പറയില്ല എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. അത് മറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രുതി എന്താ ചെയ്യുന്നതെന്നുള്ള കാര്യം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം കേട്ടോ. താങ്ക്